ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാധനക്രമത്തിലെ വിവിധ ആംഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. ആരാധനക്രമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രദക്ഷിണങ്ങൾ എന്ന് പറയുന്നത്. അനേകം പ്രദക്ഷിണങ്ങൾ നമുക്ക് ആരാധനയിൽ, പരിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും, എന്നാൽ കൂദാശകൾക്ക് പുറത്തും പള്ളിക്ക് വെളിയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഈ പ്രദക്ഷിണങ്ങളുടെ അർത്ഥം? നമുക്ക് പരിശുദ്ധ കുർബാനയിലെ പ്രദക്ഷിണങ്ങളെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രദക്ഷിണം എന്ന് പറയുന്നത് കുർബാന ആരംഭിക്കുമ്പോഴാണ്. കാർമ്മികനും ശുശ്രൂഷികളും ബലിപീഠത്തിന് മുമ്പിൽ അഗാധമായി ആചാരം ചെയ്തിട്ട് മദ്ബഹായിൽ നിന്ന് ബേമയിലേക്ക് വരുന്നു. അൾത്താരയുടെ മുമ്പിൽ കുമ്പിട്ടിട്ട് ബേമയിലേക്ക് വരുന്നു. രണ്ടാമത്തെ പ്രദക്ഷിണം എന്ന് പറയുന്നത് സുവിശേഷ പ്രദക്ഷിണമാണ്. സുവിശേഷ പ്രദക്ഷിണം അങ്ങനെ തന്നെയാണ്. ബലിപീഠത്തിലിരിക്കുന്ന സുവിശേഷം എടുത്തുകൊണ്ട് കാർമ്മികൻ ബേമയിലേക്ക് വരുന്നു. മൂന്നാമത്തെ പ്രദക്ഷിണം എന്ന് പറയുന്നത് ദിവ്യ രഹസ്യങ്ങൾ സംവഹിക്കുമ്പോഴാണ്. ഇരുവശങ്ങളിലിരിക്കുന്ന ബേസ്കസാകളിൽ നിന്ന് അപ്പവും വീഞ്ഞും കാർമ്മികനോ അല്ലെങ്കിൽ മിശംശാനാമാരോ എടുത്തുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുവരുന്നു? ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നു. നാലാമത്തെയും അഞ്ചാമത്തെയും പ്രദക്ഷിണങ്ങൾ ഒരേ സമയത്ത് നടക്കുന്നതാണ്. അതിലൊന്നാമത്തേത് കാർമ്മികൻ ബലിപീഠത്തിൽ നിന്ന് ഈശോയുടെ തിരുശരീരങ്ങളെടുത്ത് കെസ്ത്രോമയിലേക്ക് വരുന്നു. കെസ്ത്രോമ എന്ന് പറയുന്നത് ജനം നിൽക്കുന്ന സ്ഥലത്തിനും മദ്ബഹായ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ജനം പ്രദക്ഷിണമായി നടന്ന് ഈ കെസ്ത്രോമയിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ്? എല്ലാ പ്രദക്ഷിണങ്ങളുടെയും ഒരു പൊതുവായിട്ടുള്ള ഘടകം, കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ബലിപീഠമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ പാടുന്നത്, ഞാൻ എൻ്റെ കരങ്ങൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. അപ്പോൾ പ്രദക്ഷിണം എന്ന് പറയുന്നത് ബലിപീഠത്തിന് ചുറ്റുമുള്ളതാണ്. നമ്മൾ പള്ളികളിൽ പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മൾ പറയാറുണ്ട്, പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം, അല്ലെങ്കിൽ കുരിശടിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം, അല്ലെങ്കിൽ ഇടവക ചുറ്റുമുള്ള പ്രദക്ഷിണം. യഥാർത്ഥത്തിൽ ഇത് പള്ളിക്ക് ചുറ്റുമോ കുരിശടിക്ക് ചുറ്റുമോ ഇടവക ചുറ്റുമോ അല്ല, മറിച്ച് ബലിപീഠത്തിന് ചുറ്റുമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പ്രദക്ഷിണത്തിൽ എന്താണ് പ്രഘോഷിക്കുന്നത്? ഞാൻ പറയുകയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ബലിപീഠത്തിന് ചുറ്റുമുള്ള ജീവിതമാണ് എന്ന് ഓരോ പ്രദക്ഷിണത്തിലും ഞാൻ പ്രഘോഷിക്കുകയാണ്. ബലിപീഠത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താണത് അർത്ഥമാക്കുന്നത്? അത് പരിശുദ്ധ കുർബാനയോട് ചേർന്നുള്ള ജീവിതം ആണെന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്, ഞാനെന്ന ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഓരോ പ്രദക്ഷിണത്തിലും.